ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോ വളരെ സുപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ആ 4 പേരാണോ അതോ ഈ പോലീസുകാരാണോ കുറ്റക്കാരൻ? കാരണം ഇവിടെ നീതി തേടുന്ന പെറ്റീഷണർ ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്, ഈ സമൂഹമാണ്. ദ സൊസൈറ്റി ഈസ് ദ പെറ്റീഷണർ. ശരിയാണ്, ക്രിമിനൽസിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലീസ് വെടിവെക്കേണ്ടത് മുട്ടിന് താഴെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇവരെയൊന്നും മുട്ടിന് താഴെ അല്ല യുവർ ഓണർ വെടിവെക്കേണ്ടത്, ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ. ബിക്കോസ് ദേ ആർ ക്രിമിനൽസ്. ആ ബ്ലഡി ക്രിമിനൽസിനോട്, കൊലപാതകികളോട് പോലീസ് ചെയ്തത് തെറ്റാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഈ കോടതി മുറിയിലിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ I will challenge them. May I? Your Honor, I think he has a point. ഈ ഇൻസ്റ്റന്റ് ടീ, ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ പറയുന്നത് പോലെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. He has a point. And to prove that point, ഒരാളെ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തരണം. Proceed. പേര്? தமிழரசி. ஊரு? தூத்துக்குடி. இங்க தாமசம் எங்க? கேர்பேட்டை காலனி. கல்யாணம் ஆயிடுச்சா? எத்தனை குழந்தைங்க? ஒரு குழந்தை. புள்ள பேர்னா? ഒരേ ഒരു മകൾ, യുവർ ഓണർ. പേര് ശിവാനി. 14 വയസ്സ്, പഠിക്കാൻ മിടുക്കി. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ മുന്നോട്ട് നീക്കാൻ സ്കൂൾ കഴിഞ്ഞ് എന്നും അവൾ കെയാർപുരത്തെ ഒരു വീട്ടിൽ ജോലിക്ക് പോകും. പക്ഷെ കഴിഞ്ഞ 2.5 വർഷമായി അവൾ സ്കൂളിൽ പോകാറില്ല. ആ വീട്ടു ജോലിക്കും അവൾ പോകാറില്ല. കാരണം ഇന്ന് അവളില്ല. ഷീ ഈസ് നോ മോർ. ആ ഹൗസ് ഓണർ, ആ 67-കാരൻ, that 67-year-old man brutally raped her. ഇവർക്കാകെ ഉണ്ടായിരുന്നൊരു അമ്മാവന് ആ 67-കാരനെതിരെ പോലീസിൽ മൊഴി നൽകിയെന്ന ഒറ്റ കുറ്റത്തിന് കള്ളക്കേസിൽ കുടുക്കി. അയാളിന്ന് ജയിലിലാണ്. പക്ഷേ അവിടെ ഒന്നും ഇവർ തളർന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാൻ പോകുന്ന വഴി നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്തൊരു ട്രക്ക് കൊണ്ടെടുപ്പിച്ച് ആ 14 വയസ്സുള്ള പെൺകുട്ടിയെ ഇല്ലാതെയാക്കി. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് യുവർ ഓണർ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഈ 4 പേരെയും കൊന്നു തള്ളിയതുപോലെ 67-കാരനെയും കൊന്നു കളയണ്ടേ? ഇൻസ്റ്റന്റ് ടീ, ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. ഹംബിൾ സബ്മിഷൻ യുവർ ഓണർ. ഓപ്പോസിറ്റ് കൗൺസിൽ പുതിയ ആളായതുകൊണ്ട് ഈ നിയമകാര്യങ്ങളിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ 100,000 കേസുകൾ പല കോടതികൾ പെൻഡിങ്ങിൽ കാണും. The case discussed here, that is SC-24 of 2019, has no connection with this incident. Absolutely no connection at all. പിന്നെ ഏതോ ഒരു കിളവൻ ഏതോ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചെന്നോ. അങ്ങനെ ഏതോ ഒരു കിളവൻ അല്ലെങ്കിലോ ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയില്ലായിരിക്കും, അവരുടെ മകളെയും അറിയില്ലായിരിക്കും. പക്ഷെ 67-കാരനെ അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. വേറെ ആർക്കറിയില്ലെങ്കിലും അയാൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അയ്യർ സാറിന് എന്തായാലും അറിയാം. മിസ്റ്റർ കുൽദീപ് യാദവ്, 3 times MLA, Malwa constituency, Jamnagar. Does that name sound familiar, Mr. Iyer? സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തൊരമ്മ കഴിഞ്ഞ 2.5 വർഷമായി യാചിക്കുകയാണ്.
കെഞ്ചുകയാണ് നിയമത്തിന് മുന്നിൽ. And nobody bothered. Not the public, not the media, not even the court. It was as if she never existed. And the best part is ഇതേ MLA ഇതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും റെക്കോർഡ് മാർജിനിൽ വീണ്ടും ജയിക്കുന്നു. മിസ്റ്റർ അയ്യറിന്റെ സീനിയറിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ് ഞാൻ. The dignity of a nation is the dignity that it gives its women. Here is a woman. Here is a mother. Here is a petitioner. So my question is, Your Honor, നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ആ 4 പേരെയും കൊന്നു കളഞ്ഞതുപോലെ ആ MLAയും കൊന്നു കളയണ്ടേ? What's your name? Arvind Swaminathan. What are you trying to say? നിയമം കയ്യിലെടുക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. Your Honor, I think the law should be actually booked for trying to incite violence. പിന്നെ MLAക്കെതിരെയുള്ള കേസ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. ഇപ്പോ അദ്ദേഹത്തിന് നേരെയുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമാണ്. Just allegations. And no one is proved guilty unless convicted by the court. Those 4 men were not even produced in court, Mr. Prosecutor. അജ്മൽ കസബിനെ പോലും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയതിന് ശേഷമാണ് തൂക്കിക്കൊന്നത്. Forget the trial, forget the judgment. ആ 4 പേരെയും കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യ പോലും ഉണ്ടായിട്ടില്ല. അതിനു മുന്നേ ഭൂം കൊന്നുകളഞ്ഞു. And hence the question, why? What was the hurry? Mrs. Shweta Gupta, Chairperson, National Women's Rights Commission. Yes, that is correct. Justice delivered. ആ 4 പേരെയും പോലീസ് കൊന്ന ദിവസം ഇതായിരുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. Do you still stand by that statement? Yes, of course. എത്ര ശതമാനം? 100%, of course. So, പോലീസിൽ നിന്നും നീതി ലഭിച്ചു എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? Yes, absolutely. അതായത് കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് നിങ്ങൾ 100% വിശ്വസിക്കുന്നു? Let's make this clear. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയുന്നു കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന്. ഈ സഭ മരിച്ചതറിഞ്ഞ ദിവസം, അതായത് 10th of August, താങ്കളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വാസ് #shocked. Why? Why were you shocked? What do you mean by that? I was shocked like everyone else because she was raped. നിങ്ങൾ റെഗുലറായി BP ചെക്ക് ചെയ്യാറുണ്ടോ? What? BP, blood pressure, because I'm sure it must be dangerously high. കാരണം ഒരു റേപ്പ് കേസ് അറിയുമ്പോൾ ഷോക്ഡ് ആകണമെങ്കിൽ you must be shocked every 15 minutes. According to the Crime Records Bureau, a rape happens in this country every 15 minutes. അതായത് മണിക്കൂറിൽ 4 തവണ നിങ്ങൾ ഷോക്ഡ് ആകണം. ഓരോ ദിവസവും 96 തവണ നിങ്ങൾ ഷോക്ഡ് ആകണം. ഇവിടെ ഇന്ന് ഈ കോടതി മുറിയിൽ എത്തിയതിനു ശേഷം കുറഞ്ഞത് 2 തവണയെങ്കിലും നിങ്ങൾ ഷോക്ഡ് ആയി കാണണം. പിന്നെ ഇത്രമാത്രം ഷോക്ഡ് ആകാൻ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടന്ന ഏക റേപ്പ് കേസ് ഒന്നും അല്ലല്ലോ സഭയുടേത്. ആ സംഭവം നടക്കുന്നതിന് വെറും 2 ദിവസങ്ങൾക്ക് മുമ്പ് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി was raped and killed just few kilometers away from your commission office at a place called Bommasandra. പക്ഷെ അന്നത്തെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വാസ് ഹാപ്പി ബർത്ത്ഡേ SRK, #my college crush. So എന്റെ ചോദ്യം, why were you shocked only at Sabha's death? എന്റെ കാലിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. I appreciate a quick reply. No, Your Honor. That's no. He's trying to generalize things here. Sabha was burnt to death, Your Honor. She was not just raped, but burnt to death.
അവരുടെ ഉറ്റവർക്ക് ആ ബോഡി ഒന്ന് കാണാൻ പോലും പറ്റാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞ ക്രിമിനൽസ് ആയിരുന്നു അവര്. പിന്നെ ഇത്ര സെൻസേഷണൽ ആയ ഒരു കേസ് ആകുമ്പോ പബ്ലിക് ഔട്ട്റേജ് ഇസ് നോർമൽ. സെൻസേഷനല്ലോ മിസ്റ്റർ അയ്യർ, അതിന് മരിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയോ അതോ മദർ തെരേസയോ ഇത്ര സെൻസേഷണൽ ആകാൻ? But that was a national headline, right? Huh? Yeah. I'm sorry. Your Honor, she is right actually. That was the national headline. Can you please read the main headline? Burned to death. Now, please go to page number 7. ഇതൊന്ന് വായിക്കോ. ഇവിടെ Body found in Jayanagar Lake. continue. The body of a 36-year-old lady was found near Jayanagar Lake last day. The body has been identified by the local police as that of a lady who ran away with her lover one week ago. മതി മതി. കാമുകനുമൊത്ത് ഒളിച്ചോടിപ്പോയ 36-കാരിയുടെ മൃതദേഹം കായലിൽ നിന്ന് കണ്ടെത്തി. ഇതേ പത്രത്തിലെ 7-ാം പേജിലെ ഒരു സിംഗിൾ കോളം ന്യൂസാണ് ഇദ്ദേഹം ഇപ്പൊ വായിച്ചത്. So my question to you, editor, is out of these two, why was Sabha's case the headline? അത് ഇറ്റ്സ് ഓബ്വിയസ്. കാമുകനൊത്ത് ഒളിച്ചോടിപ്പോയൊരു സ്ത്രീ ആയിരുന്നില്ല സഭ. ഷി വാസ് എ ടീച്ചർ. പിന്നെ അവര് പാർക്കിലോ ബീച്ചിലോ അല്ല പോയത്. ഷി വാസ് റിട്ടേണിംഗ് ഫ്രം വർക്ക്. ഷി വാസ് എ വർക്കിംഗ് വുമൺ. അതിന് ജോലി ഉണ്ടെങ്കിൽ ഹെഡ്ലൈൻ ആകുമോ? ടീച്ചർ ആണെങ്കിൽ ഫ്രണ്ട് പേജ് ആകുമോ? അതല്ല, the fact that she was raped. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അപ്പോ 10-ാം തീയതിയിലത്തെ ഈ പത്രത്തിൽ, അതായത് 9-ാം തീയതി രാത്രി അച്ചടിച്ച ഈ പത്രത്തിൽ, how could you print with conviction that she was raped? ഏതോ ഒരു പെണ്ണ് അവളുടെ കത്തിക്കരഞ്ഞ ബോഡി ഹൈവേയുടെ സൈഡിൽ നിന്നും കിട്ടുന്നു. ഒരു സായാഹ്ന പത്രത്തിന്റെ ലാസ്റ്റ് പേജ് ന്യൂസ് മാത്രമാകേണ്ടിയിരുന്ന വാർത്ത. അത്ര ന്യൂസ് വാല്യൂവേ ഉള്ളൂ ഈ കേസിന്. അതിന് കോടതിയുടെ അടിയന്തര ഹിയറിംഗ്, പബ്ലിക് ഔട്ട്റേജ്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഓൾ ഫോർ എ ലേഡി ഹൂസ് ആൻ ആബ്സല്യൂട്ട് നോബഡി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പറയുന്നത് എ പോസിബിലിറ്റി ഓഫ് റേപ്പ് എന്നാണ്. എ പോസിബിലിറ്റി ഓഫ് റേപ്പ്. വാട്ട് ഇഫ് ഷി ഹാഡ് കമ്മിറ്റഡ് സൂയിസൈഡ്? What if she had burned herself? Leave all that aside. ആരാണ്? Who is this Sabha? She is my daughter. Hey, what is this? Look here. Sit down. I am her mother. Maintain silence, please. Please sit down. എന്റെ മോളെ അവന് കൊന്നതാ. ഇരിക്ക്. എന്റെ മോളെ അവന് കൊന്നതാ. അവളെ കൊന്നിട്ടും Sit നിങ്ങൾക്ക് down. കൊന്നു തീർന്നില്ലെങ്കിൽ ഇരിക്ക്. Sit down. The court will take a short break. Ramu, ask the lady to see me in the chamber.